ഹലോ, നമുക്കിന്നൊരു ചില്ലി സോയ ഉണ്ടാക്കിയല്ലോ. അത് നമുക്ക് മുളക് പൊടി, കോൺഫ്ലവർ പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഇനി നമ്മളൊരു ബൗൾ എടുക്കണം. എന്നിട്ടൊരു കുറച്ച് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് 2 സ്പൂണ് മുളക് പൊടിയാണ് ഇടുന്നത്. കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ കോൺഫ്ലവർ പൊടിയും കൂടെ ഇടുക. അത് നമ്മളൊരു 2 സ്പൂണ് 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ആക്കി എടുക്കാം. ഇത് നമ്മൾ നല്ല മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച സോയാബീൻ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തതേ ഉള്ളൂ. കുറേ നേരം വെച്ചിട്ടില്ല, ഒരു 2 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇത് നന്നായി അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് ഇതിനകത്തോട്ടിട്ട് നല്ല മിക്സാക്കി ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കുമ്പോൾ നമുക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരണം. നമുക്ക് നല്ല മൊരിച്ചെടുക്കാം. ഓക്കെ, ഇതവിടെ മൊഴിയട്ടെ. ഇനി നമുക്ക് ഇത് കറിയിലോട്ട് വേണ്ടത് സവോള, ക്യാപ്സിക്കം, മുളക് പൊടി, പിന്നെ കോൺഫ്ലവർ പൊടി കലക്കിയത്, പിന്നെ നമ്മൾ ടൊമാറ്റോ സോസും സോയാ സോസും ചില്ലി സോസുമാണ്. ടൊമാറ്റോ സോസ് നമ്മൾ 2 സ്പൂണ്, ചില്ലി സോസ് 1, സോയാ സോസ് 1 സ്പൂൺ അങ്ങനെ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ആ സെയിം ചട്ടിയിൽ തന്നെ എണ്ണ ഒഴിച്ച് നമുക്ക് ഇതിടാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ സവോളയും ക്യാപ്സിക്കം ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് വരട്ടിക്കെടുക്കാം. ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇടുന്നത്, ലോ ഫ്ലെയിം ആക്കരുത്. ഓവറായിട്ട് സവോളയും ക്യാപ്സിക്കവും ഒന്നും വെന്തും പോകരുത്. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സോസ് നമുക്ക് ഒഴിച്ചെടുക്കാം. നേരത്തെ ആ 3 സോസ് നമ്മൾ ഒരുമിച്ചാണ് വെച്ചേക്കുന്നത്. ആ സോസും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ വെള്ളവും ഇതെല്ലാം ഒന്ന് തിളച്ച് വരട്ടെ. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇട്ടാൽ നമ്മളിവിടെ എരിവിന് വേണ്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കോൺഫ്ലവർ കലക്കിയതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട് തിളച്ച്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സോയാബീൻ എല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കെടുക്കാം. ഇതങ്ങനെ നമ്മുടെ സോയാബീനൊക്കെ ഒരു റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഓക്കെ, ബൈ.